سريت من هرمين ليلا إلى هرم كما سار البدر في داج من الظلم مولاي محمد سيد الكونين والثقلين والفارقين من عرب ومن عجم مولاي ورقة ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ നമ്മുടെ ഈ മഹത്തായ പരിപാടിയുടെ അധ്യക്ഷൻ, നമ്മുടെ ജമാഅത്തിൻ്റെ ആദരണീയനായ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അബൂബക്കർച്ച, നമ്മുടെ ഈ മഹത്തായ ഉറൂസ് പരിപാടിയുടെ പ്രഗത്ഭനായ പ്രസിഡന്റ് പ്രിയപ്പെട്ട കരീം സാഹിബ് അൽ ബറക്ക, പരിപാടിയുടെ പ്രാരംഭത്തിൽ പ്രൗഢമായി സ്വാഗതം പറഞ്ഞ എൻ്റെ ആത്മസുഹൃത്തും ഈ മഹല്ലത്തിൻ്റെ ആദരണീയരായ ഖത്തീബും കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ബാസ് ദാരിമി അൽ മുർഷിദി, ഈ ആത്മീയ മജ്ലിസിൻ്റെ ഈ ധന്യമായ വേദിയിലെ അനുഗ്രഹീത സാന്നിധ്യം, നമ്മുടെയൊക്കെ എല്ലാമായ മഹാനരായ വന്യഗുരു ഷെയ്ഖുന ഉസ്താദ്, മറ്റു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന നേതാക്കളെ, രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി യുവജന സഹോദരങ്ങളെ, പരിപാടി ശ്രദ്ധിക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, ബഹുമാനികളെ, അല്ലാഹു റബ്ബു തആല നമ്മുടെ ഈ ഒത്തുകൂടൽ, ഒരുമിച്ച് കൂടൽ അവൻ പൊരുത്തപ്പെട്ടവരമലായി കബൂൽ ചെയ്യട്ടെ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ നാടിൻ്റെ വെളിച്ചമായി, നമ്മുടെ നാടിൻ്റെ കാരുണ്യമായി, നമ്മുടെ നാടിൻ്റെ ബർക്കത്തായി നമ്മുടെ മണ്ണിലിറങ്ങുന്ന മഹാനരായ ആജിയാർ ഉപ്പാപ്പ തങ്ങളടക്കമുള്ള മഹാന്മാരുടെ, മശായിഖുമാരുടെ മദദും ബർക്കത്തും മഅയ്യത്തും സുഹബത്തും എല്ലാം നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞ പലരുമുണ്ട്. അല്ലാഹു തആല അവരുടെയൊക്കെ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കട്ടെ. ഒരുപാട് രോഗികൾ, പ്രത്യേകിച്ച് നമ്മളോട് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളവർ, അല്ലാഹു തആല അവരിലും നമ്മളിലുമുള്ള വേണ്ടപ്പെട്ടവരിലുമുള്ള എല്ലാവരുടെ രോഗങ്ങളും അല്ലാഹു മരുന്നില്ലാതെ ശിഫയാക്കി തന്ന് അനുഗ്രഹിക്കട്ടെ. മരിക്കുന്നതുവരെ അല്ലാഹു പൂർണ്ണ ആരോഗ്യം നിലനിർത്തി തരട്ടെ. അല്ലാഹു ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ദുആയുടെ, നമ്മുടെ ആമീനിൻ്റെ, ഞങ്ങൾ ചെയ്യുന്ന സകല സൽക്കർമ്മങ്ങളുടെയും മിഥ്ല തവാബ്, അതിൻ്റെ പ്രതിഫലം നമ്മളൊന്ന് മരണപ്പെട്ടു പോയവരിലേക്ക്, നമ്മുടെ പള്ളി മൈതാനിൽ മരിച്ചു കിടക്കുന്നവരിലേക്ക്, വിശിഷ്യ നമ്മുടെ ഉമ്മ ബാപ്പമാരിലേക്ക് അല്ലാഹു തആല എത്തിച്ചു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. നമ്മളെല്ലാവർക്കും ഈ പരിപാടിയുമായി രാപ്പകലില്ലാതെ, രാത്രികളില്ലാതെ, പകലുകളില്ലാതെ നാളേറെയായി ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട, അധ്വാനിച്ച, സഹായിച്ച, സഹകരിച്ച എല്ലാവർക്കും അല്ലാഹു തആല തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വിശിഷ്യ ഞാനടക്കമുള്ള മഹാനരായ തങ്ങളടക്കമുള്ള വന്യരായ ഷെയ്ഖുന ഉസ്താദ് അടക്കമുള്ള പലർക്കും ഭക്ഷണം നൽകിയ പ്രിയപ്പെട്ട അബ്ദുറഹിമാൻ സാഹിബിൻ്റെ വീട്ടുകാർ, അല്ലാഹു തആല അവരുടെ സൽക്കാരവും സദ്യയും കബൂൽ ചെയ്യട്ടെ. അതിൻ്റെ പ്രതിഫലം ആ വീട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ട സത്താർ, അതുപോലെ തന്നെ ബഷീർ, അവരുടെ ഹളറത്തിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. ബഹുമാനികളെ, ആമുഖം നീട്ടുന്നില്ല. അല്ലാഹു റബ്ബു തആല ഹക്ക് പോലെ പറയാനും അത് ഉൾക്കൊണ്ട് ജീവിക്കാനും നമ്മെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ ആമീനാണ് സത്യത്തിൽ എൻ്റെ വാലിനേക്കാളും വലിയ കാര്യം. നിങ്ങളെ ആമീന് വലിയ കാരമുണ്ട്, നിങ്ങളെ ആമീന് വലിയ ഇജാബത്തുണ്ട്, നിങ്ങളെ ആമീന് വലിയ ബർക്കത്തുണ്ട്, വലിയ മധുരമുണ്ട്. ആമീൻ എന്നത് ചെറിയ കാര്യമല്ല. അത് സംഗതി ഒരു 4-5 സ്പെല്ലിംഗ് ആണെങ്കിലും 4-5 അക്ഷരങ്ങളാണെങ്കിലും അതിന് വിശാലമായ അർത്ഥതലങ്ങളുണ്ട്, അതിന് വിശാലമായ ആശയങ്ങളുണ്ട്. ഐ ഇസ്തജിബ് യാ അല്ലാ, പടച്ചോനെ നീ ഉത്തരം ചെയ്യണേ അല്ലാ എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുക. വിശാലമായ പള്ളിമുറ്റത്ത് മഹാനരായ വലിയുള്ളാഹി തങ്ങളുടെ ചാരത്ത് ഞാനും നിങ്ങളും ഈ ഒരുമിച്ച് കൂടിയതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം തന്നെ നമ്മുടെ ദുനിയാവ് നന്നാവണം, എല്ലാത്തിനേക്കാളുപരി നമ്മുടെ ആഖിറം നന്നാവണം എന്നതാണ്. അപ്പോൾ ഇതൊരു സ്വർഗത്തിൻ്റെ തോപ്പാണ്. സ്വർഗത്തിൻ്റെ തോപ്പ് എന്ന് പറഞ്ഞെങ്കിൽ കേവലം നമ്മുടെ ഒരു ഭംഗിക്ക് വേണ്ടി പറയുന്ന വാക്കല്ല, അല്ലെങ്കിൽ ആൾക്കാരെ ഇതിന് കിട്ടാൻ വേണ്ടിയിട്ട് ഷോപ്പിങ്ങിന് പറയുന്ന ഒരു വാക്കല്ല.
എങ്ങനെങ്കിലും ഒന്ന് വന്നിട്ട് മജ്ലിസ് ഫുള്ളായിട്ട് നിറഞ്ഞിട്ട് ആരെങ്കിലും ഇങ്ങനെ ജാക്കി വെച്ചിട്ട് കയറ്റാൻ വേണ്ടി പറയുന്ന വാക്കല്ല. മുസ്തഫായ റസൂലുള്ളാഹി മുസ്തഫായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇൽമിൻ്റെ മജ്ലിസ് അത് സ്വർഗത്തിൻ്റെ പൂങ്കാവനമാണ്. അവിടെ മലായികത്തീങ്ങളുടെ സാന്നിധ്യമുണ്ട്, അവിടെ മഹാന്മാരുടെ ആത്മീയമായ നോട്ടമുണ്ട്, അവിടെ അള്ളാഹുവിൻ്റെ റഹ്മത്തും ബർക്കത്തും ആവോളം ഇറങ്ങുന്നുണ്ട്. അവിടെ കൂടിയ മുഅ്മിനീങ്ങൾ ആ മജ്ലിസിന് വലിയ ബർക്കത്തുണ്ട്, അവരുടെ ദുആക്ക് ഇജാബത്തുണ്ട്, അവരുടെ ആമീനിന് വലിയ കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആമീൻ വൽ തന്നെയാണ്. നിങ്ങളെല്ലാവരും ആമീൻ ചെല്ലുക. അള്ളാഹു ഞങ്ങളെ സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ, അള്ളാഹു ഞങ്ങളെ തഖ്വയുള്ളവരിൽ പെടുത്തട്ടെ, അള്ളാഹു ഞങ്ങളെ ദുനിയാവും ആഖിറവും സലാമത്താക്കി തരട്ടെ. ആമീൻ എന്നത് വലിയ വിഷയമാണ്. പടച്ചോനെ നീ ഉത്തരം ചെയ്യണേ അല്ലാ, ഞങ്ങൾ നീട്ടിയ കൈകൾ നീ തള്ളിക്കളയരുത് അല്ലാ, ഞങ്ങളെ പ്രാർത്ഥനകൾക്ക് നീ ഉത്തരം ചെയ്യണേ അല്ലാ എന്നാണ് അതിൻ്റെ അർത്ഥം. മുസ്തഫായ റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, ഞാൻ ദുആരക്കുന്ന സമയത്തെല്ലാം നിങ്ങൾ ആമീൻ അധികരിപ്പിക്കണമെന്ന്. ആമീൻ എന്നത് വലിയ കാര്യമാണത്, സുന്നത്താണ്. മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, ഹാറൂൻ നബിയും മൂസാ നബിയും രണ്ടാളും ദുആരുന്നു, ഞങ്ങൾ രണ്ടുപേർക്കും ഉത്തരം ചെയ്തു എന്ന്. സത്യം പറയട്ടെ, ഹാറൂൻ നബിയും മൂസാ നബിയും രണ്ടാളും ദുആരുന്നിട്ടില്ല. ദുആരുന്നത് മൂസാ നബി മാത്രമാണ്. ആ മൂസാ നബിയുടെ ഭക്തിനിർഭരമായ പ്രാർത്ഥനക്ക്, ആ ദുആക്ക് എല്ലാം മറന്നിട്ട് ആമീൻ ചൊല്ലിയവരായിരുന്നു മഹാനായ ഹാറൂൻ നബി അലൈഹിസ്സലാം. ആ മഹാനർ ചൊല്ലിയ ഹാറൂൻ നബി പറഞ്ഞ ആമീൻ എന്ന വാക്കിനെയും കൂട്ടിയിട്ടാണ് അള്ളാഹു പറഞ്ഞത് രണ്ടാളും ദുആരുന്നു എന്ന്. അപ്പൊ ആമീനും ദുആയാണ്, ആമീനും ദുആയാണ്. അത് നല്ല മട്ടം പോലെ പറയണം. ചില ആൾക്കാർ ഇപ്പൊ ആമീനെല്ലാം ചൈനീസ് മോഡലിൽ പറയാൻ തുടങ്ങിയിന്. എന്ത് ചെന്നെന്ന് ഓനും അറിയാലോ, കേൾക്കുന്നവനും അറിയാലോ. ആമീൻ എന്നത് കേവലം എങ്ങനെ ഒഴുക്കമട്ടിൽ പറയേണ്ടതല്ല. അതിൻ്റെ അക്ഷരം ഒന്ന് മാറിപ്പോയാൽ അർത്ഥം തന്നെ പോയി. അപ്പൊ ആമീൻ എന്നത് ദുആയാണ്. ദുആരക്കാനുള്ള ഭാഗ്യം, ദുആരക്കാനുള്ള യോഗം, ദുആരക്കാനുള്ള ചാൻസ്, ദുആരക്കാനുള്ള അവസരം ആർക്കെങ്കിലും അല്ലാഹു തന്നിട്ടുണ്ടെങ്കിൽ വജബൽ ഇജാബ. മുസ്തഫായ റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ റുസിഖ ദുആഉ വജബൽ ഇജാബ. ഒരാൾക്ക് എപ്പോഴും ദുആരക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ട് എന്ന് കണ്ടെങ്കിൽ, ഒരാളെ വായിൻ്റെ ഉള്ളിൽ എപ്പോഴും ദുആയാണ്, ആമീനാണ്, ദുആയാണ് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, അയാൾ ദുആക്ക് ഉത്തരം നൽകപ്പെടുന്ന മനുഷ്യനാണ്, അയാൾ ഇജാബത്ത് നൽകപ്പെടുന്ന മനുഷ്യനാണ്, അയാൾ അല്ലാഹുവിന്റെ അടുക്കൽ പിന്നെ സ്വീകരിക്കപ്പെട്ട മനുഷ്യനാണെന്ന്. അകാലം പോയി. പഴയ കാലത്തുള്ള മനുഷ്യന്മാരെ ബായിൽ എപ്പോ നോക്കിയെങ്കിലും ദുആ തന്നെ. കാണുമ്പോൾ ചൊല്ലു, അല്ല കാക്കട്ടെ, അല്ല സലാമത്താക്കട്ടെ മോനെ, അല്ല കാത്തോൾട്ട് മോനെ, അല്ല ചന്തത്തിലാക്കട്ടെ മോനെ അല്ലേ. ഇപ്പൊ ഹായ് ബുറോ, പോയി ബുറോ അല്ലേ. നീ ബാക്കിന്ന് കുറെ മുണ്ടുണ്ടാവല്ലേ, ആരെങ്കിലും ആവും. നല്ല മുണ്ടോണം, കുറച്ച് മുണ്ടോണം, ശ്രദ്ധിക്കണം, നന്നോണ്ട് ശ്രദ്ധിക്കണം. ആവശ്യത്തിന് മുണ്ടിക്കോളി, സംഘാടകർ ആവശ്യത്തിന് വിഷയായിക്കോളി, സംഘാടകർ ആവശ്യത്തിന് അപ്പുറപ്പുറം വന്നോളി, പോയിക്കോളി. പക്ഷെ അത് മറ്റുള്ളവർക്കോ പറയുന്നവർക്കോ കേൾക്കുന്നവർക്കോ വസ്വാസാകുന്ന രൂപത്തിലായിപ്പോണ്ട. നിങ്ങൾ ബേജാറാക്കണമെന്നില്ല, ബേജാറാക്കാൻ വേണ്ടി പറഞ്ഞതല്ല, നിങ്ങൾ ബേജാറാക്കുന്ന രീതിയിൽ പറഞ്ഞതല്ല. ഇതിനൊരു അദബ് മര്യാദയുണ്ട്, ഇതൊരു മാമൂല് ആചാരമല്ല. ഇത് എങ്ങനെങ്കിലും നടക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടാക്കിയ പരിപാടിയല്ല. ഇതുകൊണ്ട് ഞാനും നിങ്ങൾ ലക്ഷ്യമിടുന്നത് ആഖിറമാണ്, പരലോകത്തിന്റെ വിജയമാണ്, നാളെ റബ്ബിന്റെ കോടതിയിലുള്ള പ്രതിഫലമാണ്, അള്ളാഹിന്റെ സ്വർഗലോകത്തേക്കുള്ള പ്രവേശനമാണ്. അതിനുള്ള ഒരു ഇബാദത്താണ്, അമലാണ്, സൽക്കർമ്മമാണ് ഈ കൂടല. ഇത് കേവലം ഒരു ആചാരമല്ല, ഇത് ചന്ത കാണാനുള്ള പരിപാടിയല്ല. ചന്ത വേണ്ട എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. ചന്ത ഉണ്ടെങ്കിലേ ചന്തമുള്ളൂ, ചന്തയുണ്ടെങ്കിലേ ചന്തമുള്ളൂ. പക്ഷേ അവിടെയും ജാഗ്രത വേണം. പരപുരുഷന്മാർ കാണുകയോ ഒന്നിച്ചിരിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുന്ന രൂപത്തില് പാടില്ല. അത് ഉറൂസിന്റെ അവിടെ എന്നല്ല, എവിടെയും പാടില്ല. മംഗലപ്പന്തലിലായാലും, ഏത് നാട്ടിലായാലും, ഏത് കൂട്ടിലായാലും, ഏത് വീട്ടിലായാലും പരപുരുഷ ദർശനമോ സ്പർശനമോ ഒരിക്കലും അല്ലാഹുവോട് പൊരുത്തപ്പെടുന്ന വിഷയമല്ല. അത് ഉറൂസിന്റെ അവിടെ മാത്രം ബാധകമല്ല. ചില വഹാബികള്, ചില പുത്തനവാദികൾ പറയലുണ്ട്, ഇത് ഉറൂസല്ല, ഇത് ജാത്രയാണെന്ന്, ഇത് ഉത്സവമാണെന്ന്. കേൾക്കുമ്പോഴുള്ള ന്യായം എന്തറിയോ? അവർ പറയുന്ന ന്യായം എന്തറിയോ? അവിടെ ആണുങ്ങളും പെണ്ണുങ്ങളും കാണുന്നു, മുണ്ടുന്നു, നടക്കുന്നു എന്നതാണ്. എന്നാ ചോദിക്കട്ടെ പൊന്നു മുസ്ലിം, ആ രീതിയിൽ ആണുങ്ങളും പെണ്ണുങ്ങളും മിങ്കിളായി നടക്കുക എന്നത് ഉറൂസിന്റെ ഇവിടെ മാത്രമല്ലല്ലോ. അത് മംഗലപ്പന്തലിലില്ല, അത് ബസ്സിന്റെ അകത്തില്ല, അത് ബസ് സ്റ്റാൻഡുകളിലില്ല, അത് സമ്മേളന നഗരിയിലില്ല, എവിടെയും പാടില്ല. അത് ഉറൂസിന് മാത്രം ബാധകമല്ല.
ഉറൂസിന്റെ പടിയും അത് നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. അത് അവർ സ്വയം നിയന്ത്രിക്കേണ്ടതാണ്. കാണുകയോ മിണ്ടുകയോ ചെയ്യുക എന്നത് ഒരിക്കലും അന്യപുരുഷന്മാർ പരസ്പരം കാണരുതല്ല. അത് ഉറൂസിന്റെ വേദിയായാലും സ്വലാത്തിന്റെ മജ്ലിസായാലും ആത്മീയ മജ്ലിസായാലും ഓൺലൈൻ മജ്ലിസായാലും ഓഫ്ലൈൻ മജ്ലിസായാലും എന്ത് തന്നെയായാലും സുന്നത്തായ കാര്യങ്ങൾ ചെയ്യാൻ വന്നിട്ട് ഒരുപാട് ഹറാമിയത്തെടുത്തിട്ട് പോകുന്ന ഒരു കോലമുണ്ടാകരുത്. നമ്മുടെ ജീവിതം അല്ലാഹ്ക്കാണ്, നമ്മുടെ മരണം അല്ലാഹ്ക്കാണ്, നമ്മുടെ പ്രവർത്തനം അല്ലാഹ്ക്കാണ്. ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഞാൻ എൻ്റെ വിഷയം മറന്നിട്ടില്ല. വിഷയത്തിൽ ഒതുങ്ങി നിന്നിട്ടേ സംസാരിക്കുന്നുള്ളൂ. ആ മുഖമെന്നോണം പറയട്ടെ, മുഖദ്ദിമ എന്ന നിലക്ക് പറയട്ടെ, മുൻനുടി എന്ന നിലക്ക് പറയട്ടെ. ഇതൊരു ഗൗരവമേറിയ മജ്ലിസാണ്. ഇത് അല്ലാഹു തആല ഏറെ ഇഷ്ടപ്പെടുന്ന മജ്ലിസാണ്. മുസ്തഫായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറയുകയാണ്, ഇമാം ഇബ്നു മാജ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിലെ കാണാം, റവാഹു ഇബ്നു മാജ ബിസ്നാദിൻ ഹസൻ. സ്വഹീഹായ ഹദീസാണത്, ക്ലിയറായ ഹദീസാണത്. ആ ഹദീസിൽ ഇമാം ഇബ്നു മാജ റളിയല്ലാഹു അൻഹു അബൂ ദർ തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുകയാണ്. മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ദറിനെ വിളിച്ചിട്ട് പറയുകയാണ്, അബൂ ദർ لأن تعدوا فتعلم بابا من علم الله وفي رواية بابا من كتاب الله. നീ എങ്ങാനും അള്ളാന്റെ ദീനിന്റെ ഒരു പാഠം പഠിക്കാൻ വേണ്ടിയിട്ട് നേരം വെളുത്തതിന്റെ ശേഷം ഇറങ്ങിപ്പോയാൽ 1 മണിക്കൂർ അള്ളാന്റെ ഇൽമ് കേൾക്കാൻ, അള്ളാന്റെ ദീന് കേൾക്കാൻ, പരിശുദ്ധമായ ദീനിന്റെ കാര്യങ്ങൾ പഠിക്കാൻ നീ എങ്ങാനും 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ചെലവിട്ടാൽ, അങ്ങനെയുള്ള മജ്ലിസിൽ പോയിട്ടെങ്ങാനും നീ ഇരുന്നു പോയാൽ, ഒരിത്തിരി നേരം നീ ഇൽമ് പഠിച്ചാൽ ഖൈറുൽ ലക മിൻ അൻ തുസല്ലിയ അൽഫ റകഅ, നിനക്കത് 1000 റക്അത്ത് മുത്ലഖായ സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളേറെ, 1000 റക്അത്ത് മുത്ലഖായ സുന്നത്ത് നിസ്കരിക്കുമ്പോ 2000 സുജൂദ് ചെയ്യണമല്ല. ചെയ്യണം. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലേ? ഹലോ, നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലേ? അങ്ങനെ പോകണം. ഇടക്കിടക്ക് ഒരു ഹയാത്തും പുസ്തകത്തെല്ലാം പോകണോ? നിങ്ങൾ ഔട്ട് ഓഫ് റേഞ്ചിലായെങ്കിൽ ഇത് ഏതെല്ലാം പോവും. അള്ളാഹു ഞങ്ങളെ മജ്ലിസ് പൊരുത്തപ്പെട്ട മജ്ലിസാക്കട്ടെ. ഞാൻ ഇത് സ്റ്റാർട്ടിംഗ് ആയിട്ട് പറഞ്ഞതെന്നറിയോ, നമ്മൾ ഈനോടുള്ള ആദരവ് ഫോളോ ചെയ്യാം. ഇബാദത്ത് കൂട്ടുന്നതിനേക്കാളും വലിയതാണ് ആദരവ്. നന്നായിട്ട് വേണം. ഇബാദത്ത് കുറെ വേണമെന്നില്ല. ഇബാദത്ത് ആ മട്ടം പോലത്തെ 5 നേരം നിസ്കാരം, നല്ല പൂ പോലത്തത്, നീ ഏത്തക്കുത്തിടും പോലത്തെ ഒന്നുമല്ല, നല്ല പൂ പോലത്തെ ഒരു 5 നേരം നിസ്കാരം, പിന്നെ കുറച്ച് അപ്പുറം ഇപ്പുറമുള്ള സുന്നത്ത്, പിന്നെ ആണ്ടൊക്കെ ഒരു മാസത്തിൽ ഒരു 30 നോമ്പ് അല്ലെങ്കിൽ 29. എപ്പോ കൊല്ലത്തിലിരിക്കുക, ആട്ടിക്കുരിക്ക പുണ്യമക്കുരിക്കല്ല, ഗടിഗടിയല്ല. പിന്നെ ഒരു കയ്യിൽ കാശുണ്ടെങ്കിൽ മട്ടം പോലെ എന്തും ഉണ്ടെന്ന് കണ്ടെങ്കിൽ ഒരു ഹജ്ജ് മതി, ഖലാസ്, അത്ര മതി. പിന്നെ കുറച്ച് ഓത്തും ബൈത്തും സലാത്തും ദിക്റും മതി. പക്ഷെ നല്ലോണം വേണ്ടത്, കൊട്ടക്കണക്കിന് വേണ്ടത്, ധാരാളം വേണ്ടത്, അധികമായിട്ട് വേണ്ടത് ആദരവാണ്, ബഹുമാനമാണ്, സംസ്കാരമാണ്. ആദരവില്ലാത്തവന് ഇബാദത്തില്ല. ആദരവില്ലാത്തവന്റെ ഇബാദത്ത് കബൂലല്ല. 14,000 ആണ്ട് സ്വർഗലോകത്ത് ഇബാദത്തെടുത്തയാളാണ് അസാസിൽ അലൈഹിസ്സലാം. അത് ചെല്ലണ്ട. അസാസിൽ അവന്റെ പണ്ടത്തെ ആധാർ കാർഡിന്റെ പേരെങ്ങനെയാണ്, അവന്റെ പണ്ടത്തെ ഐഡന്റിറ്റി കാർഡിന്റെ പേരെങ്ങനെയാണ്? അസാസിൽ. ആരായിരുന്നു അസാസിൽ? ഇമാം ഇബ്നു ഹജർ അൽ അസ്കലാനി റളിയല്ലാഹു അൻഹു, അമീറുൽ മുഹദ്ദിസീൻ, ലോകപ്രസിദ്ധനായ പ്രശസ്തനായ മഹാനരായ ഇമാം ഇബ്നു ഹജർ അൽ അസ്കലാനി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്, 14,000 ആണ്ട് ഉമ്മ കേൾക്കണോ, പെങ്ങളെ കേൾക്കണോ, മുസ്ലിമെ കേൾക്കണോ, ആദരവ് ബഹുമാനം എന്നത് ഇല്ലാതെ പോയ കാലമാണ്. ഭർത്താക്കന്മാരോട് ബഹുമാനമില്ല, ജന്മം നൽകിയ ഉമ്മ ബാപ്പയോട് ആദരവില്ല.
ജന്മം നൽകിയ ഉമ്മവാപ്പയോട് ആദരവില്ല, പള്ളികളോട് എങ്ങനെ പെരുമാറണമെന്നറിയില്ല. ഇതുപോലെയുള്ള ആത്മീയ മജ്ലിസുകളിൽ വന്നിട്ട് എങ്ങനെ പെരുമാറണം, എങ്ങനെ ഇരിക്കണമെന്നറിയില്ല. വലിയവരോട്, പ്രായമുള്ളവരോട്, നാട്ടിൻ്റെ നേതാക്കളോട്, അലിമീങ്ങളോട്, മുത്തഅല്ലിമീങ്ങളോട് ഏതു കോലത്തിൽ ഏതു രൂപത്തിൽ പെരുമാറണമെന്നുള്ള ആ ഒരു കൺസെപ്റ്റ്, ആ ഒരു കൾച്ചർ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പാടെ പോയപ്പോ അള്ളാന്റെ അദാബ് ഇറങ്ങി, പരീക്ഷണങ്ങൾ ഇറങ്ങി. അറിയുമോ നിങ്ങള് തഅല്ലമുൽ അദബ ഖബലൽ ഇൽമി. മുസ്തഫായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹാബികൾക്ക് ആദ്യമായിട്ട് പഠിപ്പിച്ചത് നിസ്കാരമല്ല, ഓത്തും ബൈത്തല്ല, ദിക്റു സ്വലാത്തല്ല. സഹാബികൾക്ക് ആദ്യമായിട്ട് മുസ്തഫായ നബി തങ്ങൾ പഠിപ്പിച്ചത് തഅല്ലമൽ അദബ ഖബലൽ ഇൽമി. ആദ്യമായി പഠിപ്പിച്ചത് അദബാണ്, മര്യാദയാണ്. ഉമ്മയോടെങ്ങനെ പെരുമാറണോ, ബാപ്പയോടെങ്ങനെ പെരുമാറണോ, കെട്ടിയോനോടെങ്ങനെ പെരുമാറണോ, കുട്ടികളോടെങ്ങനെ പെരുമാറണോ. പള്ളി മദ്രസകൾ എന്ന് പറഞ്ഞാൽ എന്താ? ആലിമ മുത്തഅല്ലിം എന്ന് പറഞ്ഞാൽ ആരാ? സാദാത്യങ്ങൾ തങ്ങന്മാർ എന്ന് പറഞ്ഞാൽ ആരാ? പ്രായമുള്ളവരെ വലിയവരെ എന്ന് പറഞ്ഞാൽ ആരാ? ഇങ്ങനെയുള്ള അദബും ഗുരുത്വവുമാണ് ആദ്യമായിട്ട് നബി തങ്ങൾ പഠിപ്പിച്ചത്. പിന്നെയാണ് നിസ്കാരം പഠിപ്പിച്ചത്, പിന്നെയാണ് ഓത്തും ബൈത്തും പഠിപ്പിച്ചത്. അതുകൊണ്ട് മുസ്ലിമേ നല്ല പോലെ കേട്ടോ, മജ്ലിസിനോട് നല്ല ആദരവ് വേണം, ഈ പരിസരത്തോട് നല്ല ആദരവ് വേണം. ബാറക്നാ ഹൗലാ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞല്ല, ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റുഭാഗം, ബൈത്തുൽ മുഖദ്ദസ് പള്ളിയുടെ ആസുവാസ്, ബൈത്തുൽ മുഖദ്ദസ് പള്ളിയുടെ വട്ടാറ, അത് ബർക്കത്തുള്ള ഒരു ഇടമാക്കിയിട്ട് ഞങ്ങൾ മാറ്റിയത് എന്തറിയാ? ബിഖുബൂരിൽ അംബിയാഇ വസ്സാലിഹീൻ. ആ പള്ളിമുറ്റത്ത് മഹാന്മാരുടെ മഖ്ബറകളുണ്ട്. അതുകൊണ്ട് തന്നെ ആ പള്ളി പരിശുദ്ധമായ ഇടമായി. അല്ലെങ്കിലേ പള്ളി പരിശുദ്ധമായ വീടാണ്, പരിപാവനമായ വീടാണ്. അതല്ലാന്റെ പൊരയാണ്. എന്നിട്ട് പോലും അതിന് ബർക്കത്ത് കൂടിയത്, ആ പരിസരത്ത് വെളിച്ചം കൂടിയത് മഹാന്മാരുടെ സാന്നിധ്യം കൊണ്ടാണ്. ഞങ്ങളെ നാട്ടിലേക്ക് അല്ലാഹു തആല ചെയ്ത ഏറ്റവും വലിയൊരു ഭാഗ്യം, ഈ നാട്ടുകാർക്ക് അല്ലാഹു ചെയ്ത ഏറ്റവും വലിയൊരു ഭാഗ്യം, മഹാന്മാർ ഞങ്ങളെ നാട്ടിലുറങ്ങുന്നു എന്നതാണ്. നാട്ടുകാർ സിയാറത്തിന് വരുന്നില്ല എന്നത് വേറെ വിഷയം. നാളെ ക്ലിപ്പും വരും, ചിലപ്പോൾ നാട്ടുകാർ ചൂടുമാവും, വരുന്ന ഉറൂസിനെ വിളിക്കണ്ട തീരുമാനിക്കുകയും ചെയ്യും. എന്നാലും ഹല്ലുവല്ലി സംഗതി നേരന്നെ. മുറ്റത്തെ മുല്ലക്ക് എപ്പോഴും മണമില്ല, ഇത്തിളകിട മദ്ദള്ളാൻ ചെന്ന് കേട്ടിട്ട്. ഇതിൻ്റെ ഇടയിൽ ഫോണെല്ലാം വരുന്ന ഭയങ്കര ജോർ. എങ്ങനെങ്കിലും മറ്റേ ചങ്ങായി പണിയെടുത്തോണ്ടേ ഉണ്ട്. ആരി? മമ്മജിൻ്റെ മോമല്ല, ഇബിലീസ്. അവനിപ്പോൾ നിങ്ങളോടൊന്ന് വല്ല എണിപ്പിക്കണം, ഒരു മിസ് കോൾ അടുപ്പിച്ചിട്ട്. നിങ്ങൾ നോക്കി വേണമെങ്കിൽ ഇപ്പം നല്ല കാതും കണ്ണെല്ലാം കൾബെല്ലാം തുറന്നിട്ട് കേട്ടോണ്ടാരി ഒരു 10 മിനിറ്റ് കഴിയട്ട് 1-2 ആൾക്കാർ ഇങ്ങനെ എണീക്കും, ഇങ്ങനെ ജിറാഫ കൗത്ത് നീട്ടിയ പോലെ. ചിരിക്കാൻ പറയുന്നതല്ല, ഇങ്ങോട്ടോ അങ്ങനെ എണീച്ചിട്ട് പോകും. ചില ആൾക്കാർക്ക് അങ്ങനെ ഇങ്ങോട്ട് പോകണോ, സ്കൂട്ടാണോ, അതിനൊരു കെണി. ഇനിയിപ്പോൾ നേരെ പോകുമ്പോൾ ഇയാൾ ചെല്ലും. നേരെ പോകുന്ന കണ്ടെങ്കിൽ ഇയാൾ എന്തെങ്കിലും ഗുണഗുണാക്കും. അപ്പം എന്താക്കും വെച്ചാൽ എല്ലാം മൊബൈൽ എടുത്തിട്ട്, ഹലോ കേൾക്കുന്നില്ല, ഞാൻ വരുന്നേ, കേൾക്കുന്നു, നിനക്ക് ഫോണേ വന്നിട്ടാ. ചങ്ങായെ നിനക്ക് മൂക്കല്ലേ, ഞങ്ങൾക്കിടെ തരിമൂക്കുണ്ട്. ഏതായാലും നീ സ്വർഗത്തിന്റെ തോപ്പ് നീ ഇറങ്ങിപ്പോകുമ്പോ കളവ് ചൊല്ലിയിട്ട് നരകത്തിന്റെ കുണ്ടിലേക്ക് വേണ്ട. നേരെ പോയി കെട്ടിയിടുന്നില്ല, ആരെയും കെട്ടിയിടുന്നില്ല, ആരെയും ഇവിടെ ജയിലിലിട്ടിട്ടില്ല. ഇരിക്കുമ്പോ അതബ് വേണോ, ചിരിക്കാൻ പറയുന്നതല്ല. മുത്തഅല്ലിമീങ്ങ നല്ല അതബില് വേണോ. ഞങ്ങളാണ് അവർക്ക് മാതൃക. ഇത് പഠിക്കേണ്ട വിഷയമാണ്. ഇന്നത്തെ കാലത്ത് അതബും ഗുരുത്വവും എടുത്തെറിയപ്പെട്ട ലോകമാണ്. നല്ലോണം നിസ്കാരമുണ്ട്, 5 നേരം പള്ളിയിലെ ജമാഅത്തിലുണ്ട്. പക്ഷേ പള്ളിയോടെങ്ങനെ പെരുമാറണമെന്ന് അറിയില്ല, മഹാന്മാരോടെങ്ങനെ പെരുമാറണമെന്ന് പഠിച്ചിട്ടില്ല. മാപ്പിളമാരോട് ബഹുമാനമില്ലാത്ത കാലം, തിരിയന്മാരോട് ബഹുമാനമില്ലാത്ത കാലം അല്ലേ? ഇപ്പൊ മാപ്പിളമാരെ വിളിക്കുന്ന അങ്ങനെ തിരിയന്മാർ
യാ അബ്ബാസ്, ചായ റെഡി. ആരബ്ബാസ്? ആരി? പണിക്ക് വന്ന് ബയ്യാനല്ല, മാപ്പിള്ള വിളിക്കുന്ന ഇത്. ഇപ്പം അങ്ങനെ, ഇപ്പം ഒരു ഫാഷനാണത് മാപ്പിളുടെ പേര് ചെലുത്ത് വിളിക്കാൻ. പഴയ കാലത്ത് ഞങ്ങളെ ഉമ്മാമാൻ്റെ പേർക്ക് ഹെൽത്തിൻ്റെ ഒന്നൊന്ന് സഹകരിക്കണം എല്ലാവരും. ഹെൽത്തിൻ്റെ ഓറ, പഞ്ചായത്തിൻ്റെ ഓറ, അല്ല അംഗനവാടി ടീച്ചറാ, മുറ്റപ്പുറക്ക് എന്തെങ്കിലും കണക്കെടുക്കാൻ വേണ്ടി വന്നെങ്കിൽ ഉമ്മാമാരുടെ പേര് കേൾക്കും, ഉപ്പാപ്പാൻ്റെ പേര് കേൾക്കും, മക്കളെ പേരെല്ലാം കേൾക്കും. അപ്പോൾ ഉമ്മാമ മക്കളെ പേര് ചൊല്ലും, മക്കളെ പുള്ളിക്കിടാക്കളെ പേരെല്ലാം ചൊല്ലും. ബയ്യ ഈ അംഗനവാടി ടീച്ചർ അല്ലെങ്കിൽ ഹെൽത്തിൻ്റെ ടീച്ചർ പിന്നെ ചെല്ലും, പിന്നെ ഞങ്ങളുടെ മാപ്പിളുടെ പേരെന്ത് ഉമ്മാമാട്. അപ്പോൾ ഉമ്മാമ നാണിക്കും, ഉമ്മാമ പേര് ചെല്ലാല. കൗത്തിലൊക്കെ കത്തി വെച്ചിട്ട് കേട്ടെങ്കും പേര് ചെല്ലാല. അടുത്തുള്ള കിടാവിൻ്റെ വിളിച്ചിട്ട് ചെല്ലും, ഇതുമ്മ ഉപ്പാപ്പാൻ്റെ പേര് ചെല്ലിയർ. എൻ്റെ ഒരു ബഹുമാനാണത്. ഇന്ന് അബ്ബാസെ, മജീദ്, അതബ് പോയി. പള്ളികളോട് മര്യാദയില്ല, മഹാന്മാരോട് അതബില്ല, ഇൽമിന്റെ അഹ്ലുകാരോട് ബഹുമാനമില്ല. സിയാറത്തെന്ത് ഉറൂസെന്ത് എന്നറിയില്ല. ഒരു തരം നാടകമേ ഉലകം. അതാണിപ്പോ ലോകത്തിന്റെ അവസ്ഥ. എന്നാ കേട്ടോ, 14,000 ആണ്ട് അതിനാൽക്കു സാവിറ വർഷ. ഒന്നല്ല, രണ്ടല്ല, 100 1000 14,000 ആണ്ട് അള്ളാന്റെ സ്വർഗലോകത്ത് നല്ലോണം സുജൂദിട്ട വലിയ ഇബാദത്തുകാരനാണ് അസാസീൽ. ആയിരക്കണക്കിന് മലായികത്തീങ്ങളെ ഉസ്താദായ ആലിമായിരുന്നു അസാസീൽ. ഏതുവരെ മഹാന്മാർ പഠിപ്പിച്ചത് എന്തറിയാ? സ്വർഗം കാക്കുന്ന റിളുവാൻ അലൈഹിസ്സലാമിന്റെ തോളത്ത് കൈയിട്ടിട്ട് നടക്കാനുള്ള സ്വാതന്ത്ര്യം നൽകപ്പെട്ടയാളായിരുന്നു സ്വർഗലോകത്ത് അസാസീൽ. ഒരാള് കുഞ്ചില് കൈയിട്ടിട്ട് നടക്കണമെങ്കിൽ എത്ര ഒരു ഫ്രീ ആയിട്ട് വേണോ? എല്ലാവരും കുഞ്ചില് കേടുപോമോ? ഇപ്പൊ നിങ്ങളുടെ മരുമന്റെ കുഞ്ചി കേടുവാ. കുഞ്ചിക്ക് കൈയിട്ട് നടക്കണമെങ്കിൽ അത്ര ഫ്രീ ആയിട്ട് പോകണം. അങ്ങനത്തെ ചങ്ക് ബ്രോ ആയിട്ട് പോകണം. അല്ലേ നിങ്ങളോണം തലല്ലാട്ടാണോ? അല്ലേ നിങ്ങൾ ഈ പൂത്ത് വെച്ച ഇരുമ്പ് പോലെ ടൈറ്റ് പിടിച്ച് നിൽക്കണ്ട. നിങ്ങൾ എൻ്റെ കൂടെ തന്നെ വേണോ? ഇത് ബായി വളർന്നിട്ട് കേൾക്കാൻ യേശുദാസിന്റെ പാട്ടല്ല. ആയിരം ആണ്ട് അള്ളാന്റെ സ്വർഗലോകത്തിന്റെ കാവലുകാരനായി കോടാനക്കോടി മലായികത്തീങ്ങളെ ഉസ്താദായി ധാരാളം ഇബാദത്ത് ചെയ്ത ഒരാളായിട്ട് സ്വർഗലോകത്ത് കഴിഞ്ഞ അസാസീൽ സുബ്ഹാനല്ലാഹ്. ഒരു സുപ്രഭാതത്തിൽ അല്ലാഹു അവനെ വിളിച്ചിട്ട് പറഞ്ഞത് എന്തറിയാ? ഫഖ്റുജ് ഫഇന്നക റജീം വഇന്ന അലൈക ലഅനതി ഇലാ യൗമിദ്ദീൻ. കടക്കടോ പുറത്ത് സുഖലോക സ്വർഗത്തിന്റെ പടിയടച്ച് പിണ്ടം വെച്ചിട്ട് കാലാകാലം അയാളെ സ്വർഗത്തിൽ നിന്ന് ഔട്ടാക്കി. എന്തിനറിയുമോ? ഇബാദത്ത് കുറഞ്ഞതിന്റെ പേരിലല്ല, ഇൽമു കുറഞ്ഞതിന്റെ പേരിലല്ല. പിന്നെയാ ബഹുമാനിക്കപ്പെടേണ്ട ആദമിന്, ആദരിക്കപ്പെടേണ്ട ആലിമായ ആദമിന്, ബഹുമാനിക്കപ്പെടേണ്ട ആദമിന് ബഹുമാനിച്ചില്ല. അതുകൊണ്ട് തന്നെ അവനെ അല്ലാഹു സുഖലോക സ്വർഗത്തിൽ നിന്ന് പുറത്തിട്ടു. അപ്പൊ അനാദരവ് എന്നത് വലിയ തെറ്റാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞല്ല, ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. നിങ്ങളെ സൗണ്ട്, നിങ്ങളെ ശബ്ദം നബി തങ്ങളെ ശബ്ദത്തിനേക്കാളും കൂടാൻ പാടില്ല. സഹാബത്തിനോടാണ് അല്ലാഹു പറയുന്നത്. അല്ലാഹു പറയുകയാണ്, സഹാബ നിങ്ങളെ ശബ്ദം യാ അയ്യുവല്ലദീന ആമനൂ, യേ മുഅ്മിനീങ്ങളെ, ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. നിങ്ങൾ നബി തങ്ങളെക്കാളേറെ സൗണ്ട് എടുത്തിട്ട് മുണ്ടണ്ട. നബി തങ്ങളെ സൗണ്ടിനെക്കാളും ഓവറാവാൻ കഴിയാ. നിങ്ങളെ കൂറ്റി പുറത്ത് കേട്ടാൻ കഴിയാ. മുമ്പിൽ റസൂലുള്ളയുണ്ട്. മാത്രമല്ല വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജ്ഹരി ബഅലികും ലിബാൽ. നിങ്ങൾ അപ്പുറം വിളിക്കും പോലെ അളിയാ കുളിയാ ബ്രോ എന്നെല്ലാം പറഞ്ഞിട്ട് വിളിക്കും പോലെ റസൂലുള്ളാനെ വിളിക്കല്ലേ.
കാരണം അത് ബഹുമാന്യരാണ്, ആദരിക്കപ്പെടേണ്ടവരാണ്. അങ്ങനെ എങ്ങാനും നിങ്ങൾ ധിക്കാരപരമായി പെരുമാറിയാൽ, ആദരവില്ലാതെ പെരുമാറിയാൽ, ബഹുമാനമില്ലാതെ പെരുമാറിയാൽ, അന്തഹബത അമാലുക്കും വഅൻതും ലാ തശഉറൂൻ, നിങ്ങളറിയാതെ നിങ്ങൾ ചെയ്ത സകല സൽക്കർമ്മങ്ങളോ, സകല അമലുകളോ, സകല ഇബാദത്തുകളോ അല്ല ബാത്തിലാക്കി കളയും കേട്ടോ, അല്ല പൊളിച്ചു കളയും കേട്ടോ. നിങ്ങളെ ഇബാദത്ത് കൊണ്ട് പിന്നെ കാര്യമില്ല. അപ്പൊ നിങ്ങളെ ഓത്തായി അല്ല സ്വീകരിക്കണമെങ്കിൽ, നിങ്ങളെ ഹജ്ജും ഉംറയും അല്ല സ്വീകരിക്കണമെങ്കിൽ, നിങ്ങളെ ഖിദ്മത്ത് സേവനം സ്വീകരിക്കണമെങ്കിൽ, നിങ്ങളെ പ്രഭാഷണം കേട്ടതും പറഞ്ഞതും അല്ല സ്വീകരിക്കണമെങ്കിൽ, നിങ്ങളെ നിസ്കാരവും നോമ്പും അല്ല കബൂലാക്കണമെങ്കിൽ, ആദ്യം വേണ്ടത് ആദരവാണ്, ബഹുമാനം. അത് മസ്റ്റ്, അത് ആദ്യം വേണം. അത് എല്ലാത്തിനേക്കാളും മിന്ന വേണം. അതാരോട്? ജന്മം നൽകിയ ഉമ്മയോട്, കഷ്ടപ്പാടിന്റെ നെല്ലുപടി കണ്ട് പൊറ്റു വളർത്തിയ ബാപ്പയോട്, അറിവിന്റെ വാതിലുകളെല്ലാം തുറന്നു തന്ന് വെളിച്ചത്തിലേക്ക് നമ്മെ നയിച്ച മഹാന്മാരായ ഗുരുവര്യന്മാരോട്, ഞങ്ങളെ വലിയ നേതൃത്വത്തോട്, പ്രായമുള്ളവരോട്, വയസ്സന്മാരോട്, കണ്ണിലെ കാണുന്ന മലായിക്കത്തിങ്ങളാണെന്ന് മുത്തുനബി തങ്ങൾ ലോകത്തോട് പറഞ്ഞ മുത്തഅല്ലിമീങ്ങളോട്, മഹാന്മാരോട്, മക്ബറകളോട്, പള്ളികളോട് നല്ലോണം ആദരവ് വേണേ. ഈ മജ്ലിസിനോടും ഇൽമിന്റെ മജ്ലിസാണ്. ഇത് 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളേറെ മുത്തലഖായ 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളേറെ അല്ലാഹുവിന്റെ അടുക്കൽ കൂലിയുള്ള അമല, കൂലിയുള്ള ഇബാദത്ത്, ശ്രേഷ്ഠമായ അമല ഈ 1 മണിക്കൂറിന്റെ ഇരുത്തമാണുമ്മ. ഈ 1 മണിക്കൂറിന്റെ ഇരുത്തമാണ് മുസ്ലിം. ഇത് ചില്ലറ സംഗമമല്ല, ഇത് ചെറിയ ഇരുത്തമല്ല. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അവ ഇരിക്കുന്ന നിങ്ങളോട് ആദ്യമേ പറയട്ടെ, നല്ല അടക്കത്തോടെ ഒതുക്കത്തോടെ കുറച്ചു നേരം ഇരിക്കുക. കുറെ നേരമില്ല, വെടിച്ചലാക്കുന്നില്ല. ബെൽതാക്കിയിട്ട് ഉദ്ദാക്കിയിട്ട് ബെൽതാക്കിയിട്ട് വെടിച്ചലാക്കുന്നില്ല. ചെറുതാക്കിയിട്ട് ചേലാക്കിയിട്ട് ബേം പോയിറ. അള്ളാഹു കബൂലാക്കട്ടെ. അല്ലേ? ഇരുന്നോ. ആ ബാക്കിൽ നിന്ന് ഇരിക്കുന്നവർ നിങ്ങൾ നേരെ ഫ്രണ്ടിൽ കാലി കസാല ഉണ്ടെങ്കിൽ നിങ്ങളെ ഒന്ന് എണിച്ചിട്ട് ഇരുന്നിരുന്നു. കാരണം ഗേറ്റിൻ്റെ അവിടെ ഉള്ളവനെ വിളിച്ചെങ്കിലും ദമ്മത കിട്ടങ്ങോൻ വരല. ആയത്തോ അതീതും പിടി. നിങ്ങൾ ബെരിയും കൂടി ഇരിക്കും, സ്വർഗത്തിൻ്റെ തോപ്പു അങ്ങനെ ഇങ്ങനെ 1000 റക്അത്തിന്റെ കൂലിയുണ്ട് എന്ന് പറഞ്ഞൊന്നു ഓർക്ക് അത്ര ബലം നാട്ടല്ല. കാരണം എന്തേ? ഇത് ഡേ നൈറ്റ് മാച്ചിൻ്റെ ഗാലറി അല്ല, ഇത് ഫെഡ്ലൈറ്റ് മാച്ചിൻ്റെ ഗാലറി അല്ല, ഇത് 2020 ഗാലറി അല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇത്ര തൊണ്ട കീറണമൊന്നുമില്ല. ഇതൊരു ഫുട്ബോൾ മാച്ചിൻ്റെ ഗാലറി, ആ കമ്പൗണ്ട്, ആ മൂറ്റ് ബിൽഡിംഗ്, ആ സമ്മേളനം മുറ്റ് ആയിനെങ്കിൽ ഈടെ ജാഗമതി കെട്ടിയ ഞാനിത് നിങ്ങളെ ആക്ഷേപിക്കുന്നതല്ല. നിങ്ങൾക്ക് ചിലപ്പോൾ എൻ്റെ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടോളണമെന്നില്ല, എന്നാലും ഞങ്ങളുടെ സ്റ്റൈൽ ഇങ്ങനെ അള്ളാഹു അത് കബൂലാക്കി തരട്ടെ. ഞാനിത് അഹങ്കാരത്തിൽ പറയുന്നതല്ല, ഞാൻ കിബറിൽ പറയുന്നതല്ല, നിങ്ങൾ കൊള്ളാത്തവരായിട്ട് പറയുന്നതല്ല. ഞങ്ങൾ നിന്നെ പഠിക്കേണ്ട ചില പാഠമുണ്ട്. ചില മനുഷ്യന്മാർ വിചാരിച്ചെന്ന് പറഞ്ഞാൽ കുറെ ഹജ്ജിന് പോകണം, കുറെ ഉംറക്ക് പോകണം, വലിയ നിസ്കാരത്തിന്റെ കല വേണം നെറ്റിയിൽ 4 ആൾക്ക് തുണി കേൾക്കാൻ പറ്റുന്നത്, കുറെ ഖത്തം തീർക്കണം, പള്ളിന്റെ അവിടെ തൊണ്ട കീറിങ്ങ് കൊബിള് മാറും. ആചാർക്ക് പള്ളി എന്തെന്നറിയില്ല, മൗലാർക്ക് മക്കാം എന്തെന്നറിയില്ല, മജ്ലിസ് എന്തെന്നറിയില്ല. കുറെ ഇബാദത്ത് ആർക്ക് വേണോ? എന്തിപ്പോ നിന്റെ ഇബാദത്ത് നിസ്കാരം കിട്ടാണ്ട് അള്ളാന്റെ പെട്ടുള്ളൂ അതിന. നിന്റെ കാട്ടിക്കൂട്ടലും ഡ്രാമ കാണുമ്പോ അങ്ങനെയാണല്ലോ തോന്നുന്നത്. അങ്ങനെ അള്ളാഹ് കിടന്ന് കുറഞ്ഞിട്ടൊന്നുമില്ല. ആദ്യം വേണ്ടത് ആദരവ് മഹാന്മാരോട്, മശായിഖുമാരോട്, മഹാത്മാക്കളോട്, വലിയവരോട്, നേതാക്കളോട്, പ്രായമുള്ളവരോട്, മഹാന്മാരോട്, പള്ളികളോട്, മുത്തഅല്ലിമീങ്ങളോട്, ഭർത്താവിനോട്, ഉമ്മയോട്, ബാപ്പയോട്, കെട്ടിയോളോട്, എല്ലാവരോടും നല്ല ആദരവ് വേണം. അപ്പൊ നിങ്ങളോട് പറയട്ടെ,
നിങ്ങളെ നേരെ ഫ്രണ്ടിലെ കസാല ഇപ്പോഴും കാലിയായിട്ട് കാണുന്നെങ്കിൽ മെല്ലെ അടിച്ചിട്ട് എതിർന്നത്. എന്നെ നോക്കണ്ട, കസാല നോക്കി. എതിർത്ത കസാര കാലി കാണുന്ന അയാളെ നോക്കിക്കൊണ്ടുണ്ടു എന്ന് നീ അയാൾ പോട്ടു. നാളെ കബറിലേക്ക് പോകുമ്പോൾ അങ്ങനെ നോക്കിയെങ്കിലേ മെല്ലെ അയാൾ വരട്ടത്. എനിക്ക് നിങ്ങൾ മജീദ് എണി, നീ എതിർലി, നിന്റെ നേരെ ഫ്രണ്ടിലെ കസാര ഉണ്ട്, എണി. കസാല കൊണ്ടുവരണ്ട, അതവിടെ തന്നെ ഇരിക്കട്ടെ. സംഘാടകർ ഏടെ വെച്ചിനെ അടന്നെ ഇരുന്നോട്ട്. കസാല കൊണ്ടേ വേണ്ട, നിങ്ങൾ മാത്രം വന്നെങ്കിൽ മതി. കസാല തൊട്ടാൻ കഴിയ, കസാല എടുത്താൻ കഴിയ.